ഈ വാട്ടർഫോളിന്റെ പേരെന്നിട്ടാണ്? അട്ടുകാട്. അട്ടുകാട്. അട്ടുകാടാണ് കാലമാണ് കാട്. അവിടെ നമ്മ കുഞ്ഞു വഴിക്കൂടെ പോണം. ഇത് ഭയങ്കര ചെറിയ വഴിയും ഇതുവരെ വന്ന വഴിയും ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾക്ക് ഒരു വണ്ടിക്ക് പോകാനുള്ള വഴി ഉണ്ടായിരുന്നു. റിസ്കി വഴിയാണ്, ഡേഞ്ചറസ്. ഇത് ട്രക്കിങ് ആണോ? ഇതാണ് ആ വാട്ടർഫോൾ. മുകളിൽ നിന്നാണ് വാട്ടർഫോള്. ഇവിടെ ഒരു നല്ല അടിപൊളി റിസോർട്ടുണ്ട്. ആ റിസോർട്ടൊക്കെ അവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ നല്ല വൈബായിരിക്കും അല്ലേ? ഇതാണ് നമ്മളൊരു പാലം. കറക്റ്റ് ഒരു കാറ് പോകുള്ളൂ. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബസ്സും പോകുന്നു. പൊളിച്ചു അല്ലേ? ഇവിടെ ചോദിച്ചു നോക്കായിരുന്നു. ഇനി മറ്റേ വാട്ടർഫോൾ 5.6 അത് വാട്ടർഫോൾ ആണോ? ഒരു വ്യൂ പോയിന്റ് ആണ്. പാലം. അട്ടുകാട് വാട്ടർഫോൾ. പാലം എത്ര? പാലം നോക്കി, ചെറിയ പാലം. ഫോൺ നോക്കി താഴെ വീണാ ഞാൻ എടുക്കാൻ വയ്യാട്ടാ. ഞാൻ താഴെ നോക്കി നടക്കണം. ഇവിടെ വെള്ളം നീക്കണ്ടല്ലോ. നൈസ് വാട്ടർഫോൾ ഉണ്ട്. മുകളിൽ നിന്നാണ്. അതുപോലെ നമ്മള് ആ മുകളിൽ നിന്ന് നിങ്ങൾ താഴേക്ക് വന്നേക്കാണ്. ടോപ്പിലായിരുന്നു. വാട്ടർഫോളിന്റെ വ്യൂ ഇതാണ്. ആ വാട്ടർഫോൾ. പക്ഷെ ഇതിന്റെ വ്യൂ പുറത്തുനിന്ന് എടുത്ത് കാണിച്ചു തരാം. നല്ല രസമുണ്ട്. ആഹാ, ശരിക്കുള്ള വാട്ടർഫോൾ. പാറയുടെ വലുപ്പമൊക്കെ. ആ, പക്ഷെ അത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അതായിരിക്കും പാലുണ്ടായേണ്ട അവിടെ. കണ്ട ആ പാറേന്ന് എന്തൊക്കെയോ പണ്ട് വെച്ചിട്ടുണ്ട്. ചിലപ്പോ അമ്പലമൊക്കെ ആയിരിക്കും. അതെ, ഇതിന്റെ സൈഡിൽ കൂടെ കയറണമെങ്കിൽ 20 rupees ഒരാൾക്ക്. കാശ് എടുത്തിട്ടില്ല. ചന്തി ശരിക്കും ആ റിസോർട്ടിൽ താമസിക്കുന്ന വൈബായിരിക്കും അല്ലേ? ഇന്ന് താമസിച്ചിട്ട് പോണോ? ഇന്ന് താമസിച്ചിട്ട് പോണോ? നല്ല റിസോർട്ട്. അടുത്ത പ്രാവശ്യം ഈ റിസോർട്ട് നോക്കാം. അതിൻ്റെ പേര് എടുത്ത് വെച്ചേക്ക്. നമ്മളപ്പോൾ ഇതിക്കോടെ ഇറങ്ങി. അതാണ് ഇവിടെ ആരും വരാത്ത. പക്ഷെ ഇത് മുകളിൽ നിന്നാണ് എന്തൊരു ഭയങ്കര വാട്ടർഫോൾ അല്ലേ? ഇവിടെ എത്തുമ്പോ എത്ര ഉള്ളോ? അത് കാണാൻ പറ്റാത്തതുകൊണ്ടാ. അവർക്ക് സുഖമായിട്ട് കാണാം. അല്ല, നമുക്ക് ഈ പാലത്തുമ്മ നോക്കിയാ പോരെ? അയ്യോ, ഇതിന് ആദ്യം കയറണ്ടേ? വേണ്ടായിരുന്നു. വണ്ടി അവിടെ ഇട്ടായിരുന്നു. ആ ചേച്ചി വേറെ പറയാട്ടല്ലേ, ഞാൻ ഇടയ്ക്ക് പാട്ടൊക്കെ പാടും. ഇതൊക്കെ ഓണാണ്, ഫുൾ ടൈം ഓണാണ്. കഷ്ടപ്പാടാനും പറ്റില്ലല്ലോ. ഇതാണ് വാട്ടർഫോളിലേക്കുള്ള വ്യൂ. ശരിക്കും ഇതിന്റെ അടിയിലേക്ക് ഇരുന്ന് കുളിക്കാൻ രസമുണ്ടോ? നമ്മ താഴെ കാണുന്നത് ഇതല്ല, മോളിൽ കാണുന്നത്. നമ്മളാ മോളിന്ന് ഇങ്ങനെ എത്ര താഴേക്ക് വന്ന വേറെ ജീപ്പ് ഉണ്ട്. ശരിക്കും മഴക്കാലത്ത് വരണം, അപ്പോഴാണ് ഇതിന്റെ വ്യൂ ഫുൾ. നമ്മ എവിടേക്ക് നിൽക്കും? വ്യൂ ആൾക്കാർ തിരിച്ചുകൊണ്ടല്ലോ. നമുക്കേ അപ്പുറത്തേക്കാം. കണ്ട, ഒരു വണ്ടിക്ക് കറക്റ്റ് പോകാനുള്ള വഴിയുള്ളൂ. ഇവിടുത്തെ ഓരോ പാറയുടെ വലിപ്പം എന്ത് വലിയ വലിപ്പല്ലേ. ശരിക്കും ഒരു പാറ മതി 2 മണിക്കുള്ള കല്ല് കിട്ടാനല്ലേ? എന്താ വലിപ്പമുള്ള പാറ. നല്ല മഴക്കാലത്ത് നിറച്ച് വെള്ളം വരുമ്പോ ഭയങ്കര വൈബായിരിക്കും. നമ്മ അന്ന് അവിടെ പോയപ്പോ കണ്ട പോലെ ഒരു കുഞ്ഞു ബ്രിഡ്ജിനൊക്കെ നടന്നു നമ്മ കണ്ടില്ലേ? ഭയങ്കര വലിയ വാട്ടർഫോള്. അതെവിടെയാ? അന്ന് കൂർഗിലത്തെയാണോ? അല്ല അല്ല, അന്ന് വെള്ളപ്പൊക്കമുള്ളത്. അതിന് മുന്നേ പോയത് മീൻ വെള്ളത്തിന്റെ അടുത്ത് ഞാൻ ഉദ്ദേശിക്കണ. ഇതാണ് ഇവിടുത്തെ വ്യൂ. നിങ്ങൾക്ക് വരാൻ ഇവിടെ ആൾക്കാർ വളരെ കുറവാ. ടൂറിസ്റ്റ് ആൾക്കാർ വളരെ കുറവാ. എന്തുകൊണ്ടെന്നാൽ ഇവിടെ വഴിയില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആരില്ലാത്ത. പക്ഷെ നിങ്ങൾക്ക് വരാൻ എൻജോയ് ചെയ്യാം. ശരിക്കും ഇതിന്റെ മോളിൽ നിന്നുള്ള വ്യൂ കാണണം. നല്ല വ്യൂ ആണ്. ഇവിടെ നോക്കുമ്പോ ഒന്നും കാണാനില്ല. ഇതേ
ഇത് ചിലപ്പോ വെള്ളത്തിന്റെ ഫോഴ്സിൽ പൊളിഞ്ഞു പോയെന്നായിരിക്കും. ചിലപ്പോ ആൾക്കാർ അങ്ങോട്ട് ഇറങ്ങാൻ പൊട്ടിച്ചാണെങ്കിലോ? അതിറങ്ങാലോ. വേണ്ട, അത് വേണ്ട വേണ്ട വേണ്ട. ഈ സാധനം പൊക്കി വരുന്നത് എടുക്കാം. സിനിമ ലൊക്കേഷൻ പറ്റിയ സ്ഥല, നല്ല അടിപൊളി പാറ. ശരിക്കും ഇവിടൊക്കെ റെസ്റ്റ് ചെയ്യാൻ പോവാൻ പറ്റിയ റെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാ. പക്ഷെ ആൾക്കാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെ പോവും, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ എത്തുള്ളൂ പോണു തെന്നി പോയില്ല. ഇങ്ങനല്ല തെന്നും ഇപ്പൊ തെന്നും അതിന്റെ മോള് തന്നെ സൂപ്പറാ. റിസോർട്ടിന്റെ പേര് നിങ്ങൾ നോക്കിക്കോ, എനിക്ക് താല്പര്യം. ബ്ലാങ്കറ്റ്. വെള്ളം വരുമ്പോ ഇങ്ങനെ ഇരിക്കും. ഏത്? ശരിക്കുള്ള വാട്ടർഫോളിന്റെ ഭംഗി ഇങ്ങനെയാണ് വെള്ളം വരുമ്പോ. ഇതിപ്പോ വെള്ളം ഇല്ലാത്തോണ്ട് ഇതങ്ങനെ. ഇതേ ഇപ്പുറത്തെ സ്ഥലം മൊത്തം ആരെയാന്നറിയാ? ടാറ്റയുടെയാ. അവിടെ എഴുതിച്ചിട്ടുണ്ട്. അതല്ല അവിടെ കയറാൻ പാടില്ലാന്ന്, കയറി കഴിഞ്ഞ് ജയിലിലിടും. അപ്പൊ ഇത് ഇപ്പുറത്തുള്ള കാപ്പി ചായത്തോട്ടം ഇവിടെ പെപ്പർ കൃഷിയാ. നല്ല ഹെവി വെള്ളം വീണ സമയമാണെങ്കിൽ ഭയങ്കര രസമുണ്ടാവും. അതെ, കാപ്പിക്കുരു പെപ്പറ്, കാപ്പിക്കുരു പെപ്പറ്. ഇത് ടാറ്റയുടെ പ്രോപ്പർട്ടി ആണ്ടാ. അങ്ങനെ കുറച്ചങ്ങോട്ട് പോയിട്ട് വരാം.